അപ്പോൾ സുഹൃത്തുക്കളെ, ഓൾവേസ് മുത്തു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്നുള്ളത് ഇവിടെ കാറ്ററിംഗ് സർവീസിൻ്റെ ഇതിലാണ്. ഇവിടെ ഇപ്പം ഒരു 5 മണിക്ക് നടക്കാൻ പോകുന്നത്. പക്ഷേ അതിൻ്റെ കിച്ചണിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. ഈ ഫുഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്നുള്ള ഇതിലാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, ഓൾവേസ് മുത്തു വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നോക്കൊന്ന് തുടച്ചാളി. എന്താ പേര്? നിങ്ങളോ? ബഷീർ അല്ലേ? ആ, ഇന്നിപ്പോൾ ഇവിടെ റിസപ്ഷൻ നടക്കില്ലേ? എവിടെയാണ് റിസപ്ഷൻ? കൊല്ലമ്പടി ഹാളാണ്, വീട്ടിലാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണമല്ലോ അല്ലേ? അപ്പോൾ എന്താണ് ഫുഡ് അവർക്ക് കൊടുക്കുന്നത്? നമുക്കുള്ളത് പിന്നെ ബ്രെഡ് ഐറ്റംസ് ഉണ്ട്, പിന്നെ റൈസ്, പിന്നെ ഒരു 3 ഐറ്റം മീറ്റ് ഉണ്ട്. മീറ്റ് എന്തൊക്കെയാണ്? മീറ്റ് ഒന്ന് ബട്ടർ ചിക്കൻ ഉണ്ട്, ഒന്ന് ബീഫ് കൊണ്ടാട്ടം, പിന്നെ ഒന്ന് ചിക്കൻ റോസ്റ്റ്, വെജിറ്റബിൾ കുറുമുണ്ട്, പിന്നെ ബിരിയാണി റൈസ്, കോയമ്പൊറോട്ട, നെയ്പത്തല്, പത്തിരി, പിന്നെ മല്ലിച്ചപ്പും. പരിപാടിയാ ഇത് ഒരു 350 ആളെ പരിപാടിയാണ്. 150. ആ, അത് ശരിയാണ്. സെർഫൊക്കെ സുഖല്ലേ? നമ്മൾ പേര് ചോദിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഒരിക്കൽ പരിചയപ്പെട്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ പേര് ചോദിക്കാറുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഈ എന്താണ് സംഭവം? റിസപ്ഷനാ? റിട്ടയർമെൻറ്റ്. ആ, റിട്ടയർമെൻ്റ് ആണ്. ആ, അപ്പോൾ VIP-കളൊക്കെ ഉണ്ടാവും. ആ, ഒക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ആവും. പൊളിച്ച്. അപ്പോൾ എന്തൊക്കെയാണ് ഫുഡ്? പിന്നെ ബട്ടർ ചിക്കൻ, പിന്നെ ചിക്കൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ബീഫ് കൊണ്ടാട്ടം, കാവ, പിന്നെ ലൈവായിട്ട് പൊറോട്ടകളുണ്ട്, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പൊറോട്ട, പിന്നെ ബട്ടൂരുണ്ട്, നെയ്പത്തല്, സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ നിങ്ങൾ പഞ്ചസാര തന്നെ കൊടുത്തിട്ട് പാത്രാശനം തന്നില്ലേ? ബട്ടർ ചിക്കൻ. സുഹൃത്തുക്കളെ, ബിരിയാണി റൈസും കൂടി ഉണ്ട്. ബിരിയാണി റൈസ് ഇഷ്ടമുള്ളവർക്ക് ബിരിയാണി റൈസ്, പിന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ അത് വേറെ. ഇതാണ് നമ്മുടെ മോഡുലേഷൻ. അവിടെ പൈപ്പ് പൊട്ടിയിരുന്നു. ഇതാണ് നമ്മളെ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന നമ്മളെ ഡ്രൈവർ ഇട്ട. അവരുടെ സ്ഥിരം ഡ്രൈവറാണ് നമ്മളെ. എന്താ പേര്? എവിടെ സ്ഥലം? കടവനാട്. അപ്പോൾ സർഫുഖാൻ്റെ സ്വന്തം ആളാണല്ലേ? വേണ്ടെങ്കിൽ സൗകര്യം പോലെ വന്നാൽ മതി. അത്ര തിരക്കുള്ള സംഗതിയൊന്നുമല്ല.
പിന്നെ നിങ്ങൾ രണ്ടുപേരും വെള്ളം കുടിക്കാൻ നമുക്ക് പുറത്തേക്ക് അവിടെ റെഡിയല്ലേ വെങ്കടേശ് വന്നിട്ട് പറയൂ. കേറി നാട്ടിലെ ചക്കനല്ലേ എൻ്റെ അടുത്ത സെക്രട്ടറിയുടെ ഓന് ചെങ്കോല് കൊടുക്കണ്ടാവില്ല.
അല്ല കഠിനാധ്വാനികൾക്ക് വേറെ അല്ല അതിൻ്റെ മുന്തിരി നോക്കി മുറിത്തായിരുന്നു. നമ്മൾ നേരത്തെ പോയി എടുത്തത് പിന്നെ നമ്മൾ ചില്ലി ചിക്കന്, പിന്നെ അതുപോലെ തന്നെ ഇത് ഭട്ടൂര, അവിടെ കോയിൻ പൊറാട്ട, നമുക്ക് ഞാൻ ആദ്യം നിങ്ങൾ പരിചയപ്പെടുത്തിയാണ്. നമ്മളെ ഭട്ടൂരയും പിന്നെ അതുപോലെ തന്നെ നെയ്പ്പത്തലൊക്കെ ഉണ്ടാക്കുന്ന ആൾ. എന്താ പേര്? നൗഷാദ്. എവിടെ സ്ഥലം? നമ്മളിവിടെ പൊന്നാനിയാണ്. അപ്പോൾ നിങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, സുഖമല്ലേ? എന്താ പേര്? എവിടെയാണ് സ്ഥലം? നിങ്ങൾ അമേസിംഗ് വിട്ടാണ്? അല്ല ഞങ്ങൾ വേറുണ്ട്. ഞാൻ പുള്ളിക്കാരൻ വിളിച്ചിട്ട് വന്നതാണ്. ആ ശരി, സർഫ് വിളിച്ചു തന്നാണ് അല്ലേ? അപ്പോൾ അതാണ് നമ്മളെ പൊറാട്ട, കോയിൻ പൊറാട്ടൻ്റെ ആള്. നമ്മളിപ്പോൾ ഭട്ടൂരുണ്ട്, അതുപോലെ തന്നെ തല്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഫുഡ്. അപ്പോൾ നമ്മൾ സർഫുഖാൻ്റെ എന്താ പറയുക കട്ട ഫ്രണ്ടും കൂടിയാണ്. മൂപ്പരാണ് ഇതിൻ്റെ ഓൾ ഇൻ ഓൺ. ഫൈസൽ പൊന്നാനിയാണ് ഇരിക്കുന്നത്. അപ്പോൾ സർഫുക്ക എവിടെ വിളിച്ചാലും അവിടെ എത്തും. ഫൈസൽ പൊന്നാനി. ഓക്കെ, ഇത് നമ്മളെ ചേച്ചിയാണ്, സർഫുഖാൻ്റെ വേറൊരു എല്ലാ ഹെൽപ്പിങ്ങും ചെയ്യുന്ന ചേച്ചിയാണ്. അപ്പോൾ നമ്മളെ കിച്ചണിലത്തെ ഹെൽപ്പറാണ്. പിന്നെ ഉസ്താദുമാർക്കൊക്കെ എന്താ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞാൽ ഒക്കെ ആ സമയത്തിനോട് എത്തിക്കുന്ന ആളാണ്. അപ്പോൾ ചേച്ചി ഇതിലൊരു അംഗമാണ്. ചേച്ചിയുടെ വീട് എവിടെ? പറക്കുളം. പടിഞ്ഞാറങ്ങാടി പറക്കുളം. ആ, താങ്ക് യു. എന്താന്ന് തുറന്നത്? ഇല്ല കഴിച്ചില്ല. ആശ്രയിക്ക ഡ്രൈവറെ സർവീസാണ്. നമ്മളെ സ്പെഷ്യൽ ഫുഡാന്ന് പറഞ്ഞ് സർഫൊക്കെയാണ് അതിൻ്റെ ആള്. നല്ല ഉഷാറുള്ള പരിപാടിയാണ്. ഫുഡ് അടിപൊളിയല്ലേ? നല്ല ഫുഡാണ്. ഉഷാറല്ലേ? ആ, പൊറാട്ട, കോയിൻ പൊറാട്ട അല്ലേ? പിന്നെന്താ കഴിച്ചു? കറി എന്താ കഴിച്ചു? കറി എന്താ കഴിച്ചു? ചിക്കൻ കറി അടിപൊളിയല്ലേ?
ആ ഫുഡൊക്കെ അടിപൊളിയല്ലേ? അമേസിങ് കേറ്ററിംഗ് സർവീസാണ് നമ്മൾ ഫുഡ് കൊടുത്തത്. അങ്ങനെ ഉഷാറല്ലേ? ഉഷാറ ഫുഡാണോ? പറയൂ. ഓക്കെ അല്ലേ? എങ്ങനെ കഴിച്ചിരുന്നു? സുഹൃത്തുക്കളെ, നമ്മള് സംസുഖാന്റെ റിട്ടയർമെന്റ് ഒരു ഫംഗ്ഷനാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ കളക്ടറൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും രണ്ടുപേരും ഇവിടെ 2 സാറുമാരും എത്തിയിരുന്നു. പിന്നെ വിശിഷ്ട അതിഥികൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളെ മെയിൻ ആൾക്കാർ ഇവിടെ എത്തി. ഇപ്പോൾ ഭക്ഷണം കഴിച്ച് അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ സംസുഖാൻ്റെ ഫ്രണ്ട്സുകളാണ് ഇവിടെ നിൽക്കുന്ന എല്ലാവരും. ഒക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ്. പേര് നമ്മൾ ചോദിച്ചാൽ പറയാം. മുൻഷിൻ മുബാറക്, സജീവ് എടപ്പാൾ, അസറഫ് എടപ്പാൾ, ചന്ദ്രബാനു, ഹിദായത്തുള്ള. ഞാനിത് എൻ്റെ പ്രീ ഡിഗ്രി ഒപ്പം പഠിച്ചിരുന്ന എൻ്റെ സഹപാഠികളാണ് ഇവരെല്ലാവരും. അതിൽ കുറെ ജോലിക്കാരുണ്ട്. ഇത് ഞങ്ങളുടെ മുഹമ്മദ് കുഞ്ഞി മുൻ മുനിസിപ്പൽ ചെയർമാനാണ്. ഇപ്പൊ CPM-ന്റെ ഏരിയ സെക്രട്ടറി വർക്ക് ചെയ്യുന്നു. ഇവരെല്ലാരും ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. കുറെ ആൾക്കാരെ അത് ആ തലക്ക് നിൽക്കുന്നത് വക്കീലാണ്. ഞങ്ങളെ പ്രിയപ്പെട്ട വക്കീൽ. എല്ലാ കേസുകളും കേൾക്കാൻ സുരേഷ് കുമാർ അഡ്വക്കേറ്റ് ആണ്. ഇവരൊക്കെ കേസ് കൈകാര്യം ചെയ്യാൻ പണി. ഞാൻ ജ്യോതി ടീച്ചറാണ്. ഓക്കെ, നമ്മളെ അമേസിങ് കാറ്ററിംഗ് സർവീസാണ് ഫുഡ് ഒക്കെ കൊടുത്തത്. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? ഫുഡൊക്കെ അടിപൊളിയല്ലേ? അപ്പോൾ പരിപാടി ഇപ്പോൾ അവസാനിക്കാറായി. ഇപ്പോൾ എല്ലാം വിശിഷ്ട അതിഥികളും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇവിടെ ബീഫ് ഫ്രൈ ആണ്. പിന്നെ ഇത് നമ്മളെ ബട്ടർ ചിക്കനാണ്. പിന്നെ ഒരു കോയിൻ പൊറാട്ട, നമ്മുടെ നെയ്പ്പത്തലൊന്ന്, പിന്നെ നമ്മളെ ഒരു വട്ടൂരുണ്ട്. അപ്പം നമ്മളിത് കഴിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. ഓക്കെ, താങ്ക് യു. ഓൾവേസ് ബ്ലോഗ്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ. ആദ്യം ചെയ്തല്ലേ ഇപ്പൊ നേരെ വന്നിട്ട് ഭക്ഷണം കഴിച്ച് അടിപൊളിയാക്കുന്ന അമേസിംഗ് സർവീസിന്റെ ഫുഡാണ്. ഒന്നും പറയാനില്ല. ടു മച്ച് ലൈക്ക്. അപ്പോൾ സംസുഖാന്റെ അനിയനല്ലേ? എന്താണ് പേരെന്താ? അയ്യൂബ് ഖാണ്. അയ്യൂബ് ഖാൻ്റെ വൈഫാണിത്. ഇത് അനിയനാണ്. അയ്യൂബ് ഖാണിത്.
ഇത് സംസുഖാന്റെ വൈഫ് തന്നെയല്ലേ? വൈഫാണ്. ഭക്ഷണം ലാസ്റ്റ് ഘട്ടത്തിലാണ് ഇപ്പോൾ ഭക്ഷണം കഴിക്കണേ. ആ ഞാൻ പോണ്ട്. ഇത് നമ്മളെ അയ്യൂബ് ഖാന്റെ വൈഫാണ്. അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഫാമിലിയാണ് ഇപ്പോൾ ഇവിടെ. ലാസ്റ്റ് ഫാമിലി ഇവിടെ ഇരിക്കുന്നുണ്ട്. അമേസിംഗ് മുതലാളിന്റെ വൈഫാണിത്. ഇത് വൈഫ്, ഇത് പെങ്ങള്, അത് മൂത്ത ജ്യേഷ്ഠത്തി. ഫാമിലിയാണ്, മൊത്തം ഫാമിലിയാണ്. ഈ ഫാമിലി മൊത്തം ഇവിടെ ഇരിക്കുന്നത് ലാസ്റ്റ് ഘട്ടാണിത് ക്ഷണിച്ചത്. അപ്പൊ സാറിന്റെ പരിപാടി അതെല്ലാം ഭംഗിയായി കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഫുഡൊക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ എല്ലാവരും ബന്ധപ്പെട്ട് എന്റെ ഫാമിലിയുടെ ഒരു ഗെറ്റ് ടുഗദർ ആണ് ഈ പരിപാടി. അതിന്റെ കൂടെ എന്റെ സുഹൃത്തുക്കള്, സഹപാഠികള്, എന്റെ ഒപ്പം ജോലി ചെയ്ത ഓഫീസർമാര്, എന്റെ ജില്ലാ കളക്ടറും സബ് കളക്ടറും എല്ലാവരും പങ്കെടുത്തു. അവരെല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്തു. ഞങ്ങൾ അതിന്റെ കൂടെ എന്റെ കുടുംബത്തിന് മൊത്തം ഒരു ഗെറ്റ് ടുഗദർ ആയിട്ടാണ് ഞാൻ ഈ പരിപാടി ആസൂത്രണം ചെയ്യുകയും ചെയ്ത് നല്ല രീതിയിൽ അവസാനത്തിലേക്ക് കടക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. വളരെ നല്ല രീതിയിൽ അവസാനിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ നമ്മളെ കാറ്ററിംഗ് സർവീസ്, നമ്മളെ അമേസിംഗ് കാറ്ററിംഗ് സർവീസ് ആണ് ഇവിടെ. ഫുഡ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായെന്ന് ഞാൻ അറിഞ്ഞു. ഫുഡ് കഴിച്ചോട്ടെ.